കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MSc ഫിസിക്സ് പേപ്പർ കോഡ് MPH 006 ക്ലാസിക്കൽ മെക്കാനിക്സ് 2ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഈ പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് സിമെട്രി ട്രാൻസ്ഫോർമേഷൻസ്, നോതേഴ്സ് തിയറം, ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, Hamiltonian phase space and applications, Hamilton's equations from variational principles, canonical transformations, Poisson bracket, Liouville's theorem, Hamilton-Jacobi theory, action angle variables, rigid body kinematics, Euler's equations and symmetric top എന്നിവയാണ്. Before you begin, this PYQUA is built from 4 term and examinations. അതായത് ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025, ഡിസംബർ 2025 എന്നീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കൂടാതെ 2026 അസൈൻമെന്റ് ആൻഡ് ഒഫീഷ്യൽ ഇഗ്നോ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽ ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു അനാലിസിസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവയെല്ലാം വിശകലനം ചെയ്ത് പരീക്ഷയിൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ കണ്ടെത്താൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നു. കൂടാതെ ഓരോ പഴയ ചോദ്യവും അതിന്റെ ബന്ധപ്പെട്ട SLM യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എക്സാമിന് വേണ്ടിയുള്ള ഫലപ്രദമായ റിവിഷൻ പ്ലാനും ഉത്തരം എഴുതാനുള്ള മാർഗനിർദ്ദേശവും ഈ ഒരു വീഡിയോയിൽ ഒരുക്കുന്നു. സോ യു വിൽ ഫൈൻഡ് ദ എക്സാം പാറ്റേൺ, എ ഹൈ yield സിലബസ് മാപ്പ്, curated high probability questions, 2 full predictive practice sets and a structured answer writing toolkit in this video. Whether you are starting fresh or revising before the exam, this guide will help you focus your preparation where it matters most. So tension അടിക്കേണ്ട കാര്യമില്ല. Your preparation is a process. Stay calm, stay focused. Learnwise നിങ്ങളുടെ കൂടെയുണ്ട്. So let us walk through this together. How to use this deck? നിങ്ങളുടെ കറന്റ് പ്രിപ്പറേഷൻ ലെവൽ അനുസരിച്ചിട്ട് ഏത് സ്റ്റഡി പാത്വേ ചൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. പാത്ത് 1. Okay, for students short on time who want to target the highest yield topics only. കുറച്ച് സമയം കൊണ്ട് പഠിക്കാനിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പാത്ത് 1. Okay, so those students should read section 4, that is high yield syllabus map, and commit the 3-star units to memory. അതായത് യൂണിറ്റ്സ് 1, 2, 5, 6, 7 ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. കൂടാതെ റിജിഡ് ബോഡി ബ്ലോക്കും നിങ്ങൾ ഫോക്കസ് ആയി പഠിക്കേണ്ടതുണ്ട്. പാർട്ട് 2, ദ ബാലൻസ്ഡ് പ്രിപ്പറേഷൻ 2 to 3 weeks. ഫോർ സ്റ്റുഡൻസ് ഹു വാണ്ട് തറോ കവറേജ് വിതൗട്ട് ലൂസിംഗ് ഫോക്കസ് ഓൺ ലൈക്ലി ടോപ്പിക്സ്. കുറച്ചുകൂടി നല്ല മാർക്സ് പ്രതീക്ഷിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ യു ഷുഡ് റീഡ് ദ SLM ബ്ലോക്ക് ബൈ ബ്ലോക്ക്. എല്ലാ ബ്ലോക്സും പഠിക്കണം. For each block, solve all questions in the golden question bank given in this video belonging to that block before moving on. And next, path 3, the deep dive. അതായത് for students aiming for a distinction and full topic mastery. ഈ ഒരു പേപ്പറിൽ മാസ്റ്ററി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിൽ ഡിസ്റ്റിങ്ഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ you should study each SLM unit end to end including terminal questions and SAQs. Exam pattern and question paper structure based on the analysis of PYQs for MPH 006. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചറും എക്സാം പാറ്റേണും എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പേപ്പർ 50 മാർക്സിന്റെ പേപ്പറാണ്. സോ ടോട്ടൽ ഡ്യൂറേഷൻ 2 hours ആണ്. ആൻഡ് ഹിയർ question 1 is almost always a short form
സിമെട്രി, നോയ്തർ, ഇൻവേരിയൻസ് പ്രൂഫ് പ്ലസ് എ ഹാമിൽട്ടോണിയൻ കൺസ്ട്രക്ഷൻ സബ്പാർട്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ 1 വരിക. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഈച്ച് സെഷൻ റിക്വയർസ് ഡിറൈവിംഗ് എ ഹാമിൽട്ടോണിയൻ ഫ്രം എ ഗിവൺ ലഗ്രാഞ്ചിയൻ. ലഗ്രാഞ്ചിയൻ തന്നിട്ട് ഹാമിൽട്ടോണിയൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവും. എക്സ്പെക്ട് ദിസ് എവറി ടൈം. ആൻഡ് canonical transformations appear in every single paper. Okay, canonical transformations എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. യൂഷ്വലി സ്പ്ലിറ്റ് ഇൻ ടു എ സിമെട്രിക് ബൈലീനിയർ ചെക്ക് പ്ലസ് എ പോയിസൺ ബ്രാക്കറ്റ് കണ്ടീഷൻ ഓൺ പാരാമീറ്റർ. ഓക്കെ, എക്സാം പേപ്പർ ബ്ലൂ പ്രിന്റ്. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ശതമാനത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്ന് നോക്കാം. ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ എന്ന സെക്ഷനിൽ നിന്നും 30% ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻസും. അതിൽ നിന്ന് 30% ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഹാമിൽട്ടൺ ജേക്കബി ആക്ഷൻ ആംഗിൾ സെക്ഷനിൽ നിന്ന് 15% ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. റിജിഡ് ബോഡി ഡൈനാമിക്സിൽ നിന്നും 15% ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഫ്രം ദ ടോപ്പിക് സിമെട്രി ആൻഡ് നോയ്തേഴ്സ് തിയറം 10% ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. മൂവിംഗ് ഓൺ ടു ഹൈ ഈൽഡ് സിലബസ് മാപ്പ്. അപ്പോൾ ഓരോ യൂണിറ്റിന്റെയും ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് അനുസരിച്ചിട്ട് നമുക്ക് യൂണിറ്റ്സിനെ 3 തരംതിരിക്കാം. ഓക്കെ, ഹൈ ഈൽഡ്, മീഡിയം ഈൽഡ്, ലോ ഈൽഡ്. ഹൈ ഈൽഡ് ഡിനോട്ട് ചെയ്തത് 3 സ്റ്റാർ വെച്ചിട്ടാണ്. ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ഓൾമോസ്റ്റ് എവറി സെഷൻ, ക്രിട്ടിക്കൽ ഫോർ പാസിംഗ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാൻ സാധ്യതയുള്ള ടോപ്പിക്സിനെയാണ് ഹൈ ഈൽഡ് എന്ന് പറയുന്നത്. മീഡിയം ഈൽഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് അപ്പിയറൻസ്, ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കോറിംഗ് വെൽ ആണ്. അതേപോലെ ലോ ഈൽഡ് 1 സ്റ്റാർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പിയേഴ്സ് ഒക്കേഷണലി, റെയർ ആയിട്ടാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറ്. പക്ഷെ ഇറ്റ് ഈസ് ഗുഡ് ഫോർ കോംപ്രിഹെൻസീവ് കവറേജ്. ഇനി നിങ്ങൾ സ്റ്റഡി ചെയ്യാനിരിക്കുമ്പോൾ ടൈം എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. യു ഷുഡ് അലോട്ട് 50% ടൈം ഓൺ 3 സ്റ്റാർ യൂണിറ്റ്. ഹൈ ഈൽഡ് യൂണിറ്റ്സിന് വേണം 50% ടൈം മാറ്റിവെക്കാൻ. 30% ടൈം നമ്മൾ മീഡിയം ഈൽഡ് യൂണിറ്റ്സിന് വേണ്ടി മാറ്റിവെക്കുക. ബാക്കി 20% ലോ ഈൽഡ് ടോപ്പിക്സിന് വേണ്ടി മാറ്റിവെക്കുക. മൂവിംഗ് ഓൺ ടു യൂണിറ്റ്സ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് അപ്പിയറൻസ്. യൂണിറ്റ് 1 സിമെട്രി ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് നോയ്തേഴ്സ് തിയറം. ഈ ഒരു സെക്ഷനിൽ നിന്ന് 4 തവണയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ലേറ്റസ്റ്റ് വന്നത് ഡിസംബർ 2025 അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ ഈൽഡ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 2 ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇതിൽ നിന്ന് 5 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചോദിച്ചത് ഡിസംബർ 2025 അതുകൊണ്ട് തന്നെ ഇത് ഒരു ഹൈ ഈൽഡ് യൂണിറ്റ് ആണ്. എന്തായാലും മാക്സിമം പഠിച്ചിട്ട് പോവാം ഈ യൂണിറ്റ് 2. ഇനി യൂണിറ്റ് 3 ഹാമിൽട്ടോണിയൻ ഫേസ് സ്പേസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. 3 തവണ ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ചോദിച്ചത് ഡിസംബർ 2025 ഹൈ ഈൽഡ് യൂണിറ്റ് ആണ്. 4th യൂണിറ്റ് ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഫ്രം വേരിയേഷണൽ പ്രിൻസിപ്പിൾസ്. 2 തവണയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ലാസ്റ്റ് ചോദിച്ചത് ജൂൺ 2025 ഇതൊരു മീഡിയം ഈൽഡ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 5 കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ചോദിച്ചത് ഡിസംബർ 2025 അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ ഈൽഡ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 6 എക്സാമ്പിൾസ് ഓഫ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ചോദിച്ചത് ഡിസംബർ 2025 ഹൈ ഈൽഡ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 7 പോയിസൺ ബ്രാക്കറ്റ്സ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ചോദിച്ചത് ഡിസംബർ 2025 ഹൈ ഈൽഡ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 8 പോയിസൺ ബ്രാക്കറ്റ്സ് ആൻഡ് ലിയോവില്ലിറ്റ്സ് തിയറം 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ചോദിച്ചത് ജൂൺ 2025 മീഡിയം ഈൽഡ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 9 ഹാമിൽട്ടൺ ജേക്കബി തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചോദിച്ചത് ഡിസംബർ 2025 ഹൈ ഈൽഡ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 10 ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ലേറ്റസ്റ്റ് ഡിസംബർ 2025 മീഡിയം ഈൽഡ് യൂണിറ്റ് ആണ്. ബ്ലോക്ക് 4 റിജിഡ് ബോഡി കൈനമാറ്റിക്സ് ആൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന ടോപ്പിക്കിൽ നിന്നും 3 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ചോദിച്ചത് ഡിസംബർ 2025 അതൊരു ഹൈ ഈൽഡ് ബ്ലോക്ക് ആണ്, ഹൈ ഈൽഡ് യൂണിറ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ഓയിലേഴ്സ് ഇക്വേഷൻസ് ആൻഡ് സിമെട്രിക് ടോപ്പ് 2 തവണയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ലേറ്റസ്റ്റ് ചോദിച്ചത് ഡിസംബർ 2025 മീഡിയം ഈൽഡ് യൂണിറ്റ് ആണ്. ഇനി ഇപ്പൊ നമ്മൾ നോക്കിയ ഹൈ ഈൽഡ് സിലബസ് മാപ്പ് ഒരു ഫ്രീക്വൻസി ഹീറ്റ് മാപ്പ് വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലെ റെഡ് കളർ ഡിനോട്ട് ചെയ്യുന്നത് ഹൈ ഈൽഡ് യൂണിറ്റ്സ് ആണ്. യെല്ലോ കളർ ഡിനോട്ട് ചെയ്യുന്നത് മീഡിയം ഈൽഡ് യൂണിറ്റ്സ് ആണ്. പിന്നെ ഗ്രീൻ കളർ ഡിനോട്ട് ചെയ്യുന്നത്
ലോ yield യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ലോ yield എന്ന് പറയാൻ ഒരു യൂണിറ്റും ഇല്ല. അധികവും ഹൈ yield യൂണിറ്റ്സ് ആണ്, പിന്നെ കുറച്ച് മീഡിയം yield യൂണിറ്റ്സും. അപ്പൊ നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി ഹീറ്റ് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. യൂണിറ്റ് 1, 2, 3, 5, 6, 7, 9, 11 എല്ലാം ഹൈ yield യൂണിറ്റ്സ് ആണ്. യെല്ലോ കളർ കാണിക്കുന്ന 4, 8, 10, 12 മീഡിയം yield യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇതാണ് ഈ ഒരു ഹൈ yield സിലബസ് മാപ്പിന്റെ ഫ്രീക്വൻസി ഹീറ്റ് മാപ്പ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു 5 ടോപ്പിക്സിനെയാണ്. ഈ 5 ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആണ്. ഈ ടോപ്പിക്സ് പഠിക്കാതെ എക്സാമിന് പോവരുത്. സോ ഫസ്റ്റ് ടോപ്പിക് ഇസ് പോയ്സൺ ബ്രാക്കറ്റ് കനോണിസിറ്റി ടെസ്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 5 തവണ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് യു ഷുഡ് സ്റ്റഡി ഈസ് ഹാമിൽട്ടോണിയൻ ഫ്രം എ ഗിവൻ ലഗ്രാഞ്ചിയൻ. ലഗ്രാഞ്ചിയൻ തന്നിട്ട് ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 5 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സിമെട്രി ഓർ നോയ്ത ഇൻവേരിയൻസ് പ്രൂഫ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സ്ക്വയർ പ്ലേറ്റ് ഓർ റിജിഡ് ബോഡി. മൂവിങ് ഓൺ ടു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്, അതായത് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് റിപ്പീറ്റഡ് എന്ന് നോക്കാം. അപ്പോൾ ഷോ ദാറ്റ് if the Lagrangian of a system is invariant under a uniform translation, the total linear momentum of the system is conserved. ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ടോപ്പിക് സിമെട്രി ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് നോയ്തേഴ്സ് തിയറം. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഷോ ദാറ്റ് ദ z component of angular momentum is conserved if the Lagrangian of a particle in a central potential V of r is invariant under rotation along z axis. ഇതൊക്കെ ഷോ ചെയ്യാനാണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ ലീവ്സ് ദ Lagrangian invariant under a infinitesimal parameter epsilon. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇതിന്റെ ആൻസേഴ്സ്, അതായത് ആൻസർ ബ്ലൂ പ്രിന്റും സ്കോറിംഗ് ഫ്രെയിംവർക്കും ലേൺവൈസിന്റെ PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അത് റെഫർ ചെയ്യണം. ഫ്രം ദ ടോപ്പിക് ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റിപ്പീറ്റഡ് വൺ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ 1-dimensional particle with a given Lagrangian, obtain the Hamiltonian of the system. Lagrangian തന്നിട്ടുണ്ട്, ഹാമിൽട്ടോണിയൻ കാണണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, obtain the Hamiltonian of a simple harmonic oscillator, derive Hamilton's equations and show that the path is phase space is an ellipse. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, obtain the Hamiltonian and Hamilton's equations of motion for a particle with Lagrangian containing a position-dependent mass term. Example, KQ Q dot square type. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. From the topic Hamiltonian phase space and applications, the first question is the most repeated one. The question is, for a relativistic free particle with Lagrangian, L is equal to minus mc square root of 1 minus v square by c square. Write the Lagrangian in a conservative potential V of r and show that Hamilton is equal to root of v square c square plus m square c raised to 4 plus v of r. Second question, write down the Lagrangian for a relativistic free particle and show that Hamilton's principal function is Lorentz invariant. മൂന്നാമത്തെ question, show that the velocity vector in phase space is tangential to the curve defined by the Hamiltonian of a simple harmonic oscillators. ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, ആൻസേഴ്സ് നിങ്ങൾ ലേൺവൈസിന്റെ PYQA ബുക്ക്ലെറ്റിൽ റെഫർ ചെയ്യുക. എക്സാമ്പിൾസ് ഓഫ് കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് എന്ന യൂണിറ്റിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിംഗ് ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ f2 of qp, obtain the new Hamiltonian k of q, p for a particle of mass m in a uniform gravitational field. Identify the cyclic coordinate and constant of motion. Second question, for a particle of mass m and charge q in a uniform electromagnetic field, obtain the Hamiltonian when the Lagrangian is augmented by a total time derivative df by dt. അതായത് ഗേജ് കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ഫ്രം ദ യൂണിറ്റ് പോയ്സൺ ബ്രാക്കറ്റ്സ്, ഈ 2 ക്വസ്റ്റ്യൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
First question, using Poisson brackets, obtain the values of alpha and beta such that transformation Q is equal to 2p q raised to alpha minus 1, comma p is equal to q raised to alpha minus beta is canonical. Second question, if f of q comma p comma t and g of q comma p comma t are constants of motion, show that their Poisson bracket is also a constant of motion. From the unit Hamilton-Jacobi theory and applications, the first question is, for a particle of mass m falling vertically in a uniform gravitational field g, use the Hamilton-Jacobi equation to obtain z as a function of time. Second question, obtain the Hamiltonian of a damped harmonic oscillator, write the HJ equation, and using the given generating function, obtain the new Hamiltonian k of q comma p and its HJ equation. From the unit Hamilton's equations from variational principle, the question you can expect is obtain Hamilton's equations of motion from variational principle. വളരെ important ആണ്, ഇത് പഠിച്ചിട്ട് പോണം. From canonical transformations, the question is write the bilinear invariant or symplectic condition for a canonical transformation and test whether the given transformation is canonical. Okay. From the topic Poisson brackets and Liouville's theorem, the question is state Liouville's theorem assuming a 2D phase space system obeys Hamiltonian dynamics. Show that the phase space volume remains constant as phase points evolve. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ലിയോവില്ലിസ് തിയറം നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അതെന്താണ് എന്ന് പഠിച്ചിട്ട് പോകണം. എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. From the topic action angle variables, the question you can expect is, for a particle of mass m in a central force field with Hamiltonian H is equal to PR square by 2m plus L square by 2m r square minus k by r, obtain Hamilton's characteristics function and the action angle variables. Okay. Predictive practice set. ഇനി നമുക്ക് രണ്ട് പ്രാക്ടീസ് സെറ്റ് നോക്കാം. ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. Full worked answers will be available inside Learnwise. First, practice set. Okay. Question number 1. Show that if the Lagrangian of a system of particles is invariant under a uniform time transition t to t plus delta t, the total energy of the system is conserved. State the connection with Noether's theorem. Okay. Second question. A bead of mass m slides without friction along the parabolic wire y is equal to x square in the xy plane under gravity. Obtain the Hamiltonian and Hamilton's equations of motion. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 10 marks each ആണ്. Attempt any 5. Question number 3. Starting from the modified Hamilton's principle, derive Hamilton's equations of motion. Comment on the role of the endpoint conditions. Fourth question. Consider the transformation capital Q is equal to Q cos theta minus P by M omega into sin theta and P is equal to M omega Q sin theta plus P cos theta. Using the symplectic conditions, show that it is canonical and find the corresponding generating function f1 of Q comma Q. Fifth question. If f comma g comma h are three dynamical functions, prove the Jacobi identity and use it to show that the Poisson bracket of two constants of motion is also a constant of motion. Sixth question. Using the Hamilton-Jacobi method, solve the one-dimensional harmonic oscillator and express the solution Q of t, P of t in terms of action angle variables j, theta. Seventh question. For a uniform rectangular plate of sides A into B and mass m, obtain the moment of inertia tensor about the center of mass and identify the principal axes. Question number 8. Derive Euler's equations of motion for a rigid body in the body frame. Using these, discuss the stability of rotation about the axis of largest, smallest and intermediate principal moments of inertia. Practice set B. This is the first question. A particle moves in a plane under a central potential V of r. Using the Lagrangian in polar coordinates, show that the angular momentum about the origin is conserved and identify the associated symmetry. Second question. Obtain the Hamiltonian and Hamilton's equations of motion for a relativistic charged particle of mass m and charge E in an electromagnetic field described by scalar potential phi and vector potential A. Third question. Using the bilinear invariant condition, determine whether the transformation Q is equal to
natural log of 1 plus root of q cos p, comma, p is equal to 2 into 1 plus root of q cos p into root q sin p is canonical. Fourth question, using Poisson brackets, find the values of alpha and beta for which q is equal to q raised to alpha cos beta p, comma, p is equal to q raised to alpha sin beta p is a canonical transformation. Also obtain the generating function f1 of qq. Okay. Fifth question, consider a particle in a uniform gravitational field using the Hamilton-Jacobi equation. Obtain Hamilton's characteristic function w of z and hence solve for z of t. Sixth question, define action angle variable for the simple pendulum in the small angle approximation. Obtain the action variable j and hence the angular frequency. Seventh question, a rigid body has principal moments of inertia I1 less than I2 less than I3. Write Euler's equations for torque free motion and discuss the stability of rotation about each principal axis. Last question, for a heavy symmetric top, derive the expression for total energy in terms of Euler angles phi theta psi and identify the cyclic coordinates. Moving on to answer writing toolkit. എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് എക്സാം ആൻസേഴ്സ് എഴുതാമെന്ന് നോക്കാം. അപ്പൊ നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ബോഡി ഉണ്ടാവണം, കൺക്ലൂഷൻ ഉണ്ടാവണം. For 20 mark descriptive questions, you should aim for 500 to 600 words and the answer should have an introduction, body and conclusion. Intro should be in 2 to 3 sentences and there you should define the key concept, establish why it matters and set the scope of your answer. ഇനി ബോഡിയിലാണ് നമ്മൾ മെയിൻ കണ്ടന്റ് എഴുതേണ്ടത് ആൻസറിന്. അപ്പൊ അതിലൊരു 4 to 6 ഡിസ്റ്റിൻറ്റ് പോയിന്റ്സ് ഉണ്ടാവണം. ഈ ഓരോ പോയിന്റിനും ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇനി എക്സാമ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. യൂസ് ടോപ്പിക് സെന്റൻസസ് ആൻഡ് ഇൻക്ലൂഡ് എക്സാമ്പിൾസ് ഫ്രം ലേണിംഗ് മെറ്റീരിയൽ ഓർ റിയലിസ്റ്റിക് സിനാരിയോസ്. പിന്നെ ആൻസർ കൺക്ലൂഡ് ചെയ്യണം. ഒരു 2-3 സെന്റൻസിൽ കൺക്ലൂഷൻ എഴുതണം. കൺക്ലൂഷൻ എഴുതുമ്പോൾ യു ഷുഡ് സ്റ്റേറ്റ് ദ ഇംപ്ലിക്കേഷൻസ് ഓർ modern relevance of that topic and close the answer confidently. Structuring theory and discussion answers. അപ്പോൾ തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ we should define that theory clearly. അതായത് ആ തിയറി ആര് പ്രൊപ്പോസ് ചെയ്തു, എവിടെയാണ് അത് അപ്ലിക്കബിൾ, എന്താണ് ആ തിയറി പറയുന്നത് എന്നൊക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. You should also explain the core components or stages using SLM terminology. You should also discuss practical application for the question and address limitations. അപ്പോൾ ആ തിയറിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം, ഇതിന്റെ അപ്ലിക്കേഷൻസ് മെൻഷൻ ചെയ്യണം. അതേപോലെ യു ഷുഡ് കണക്ട് ദ ടോപ്പിക് ഓർ തിയറി ടു മോഡേൺ പ്രാക്ടീസ് ഓർ റിലേറ്റഡ് തിയറീസ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസ്കസ് എന്ന വേർഡ് വെച്ചിട്ടാണെങ്കിൽ അവിടെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, അതായത് മെറിറ്റ്സും ഡിമെറിറ്റ്സും, പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഒരേ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുക. യു ഷുഡ് പ്രസന്റ് ദ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക്. ഓക്കെ, രണ്ടും വേണം. ഓക്കെ, നല്ലതും അതിന്റെ ലിമിറ്റേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇനി എക്സ്പ്ലെയിൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ദർ വി ഷുഡ് ഗോ ഡീപ്ലി ഇൻ ടു ദ ടോപ്പിക് വിത്ത് ക്ലാരിറ്റി. ഓക്കെ, ആ ടോപ്പിക്കിനെ കോമ്പണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഷോ ഹൗ ദേ ഇന്റർ കണക്ട്. ഇനി ഡിസ്കസ് എന്ന ക്വസ്റ്റ്യനിൽ ഒരിക്കലും നിങ്ങൾ ഒരു എക്സ്ട്രീം പൊസിഷൻ എടുക്കരുത്. അതായത് ആ ഒരു ടോപ്പിക്കിന്റെ അഡ്വാൻറ്റേജസ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആവണം ഡിസ്കസ് എന്ന ക്വസ്റ്റ്യന് ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ടൈം മാനേജ്മെന്റ് ഡ്യൂറിംഗ് ദ എക്സാം. ആദ്യത്തെ 5 minutes you should read all questions carefully and identify the ones you are most confident about. In 30 minutes you should write each answer with introduction, body and conclusion. 6 minutes you should review each answer for clarity, missing words and corrections. അപ്പോൾ ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽസ് ഉണ്ടാകും. അപ്പോൾ ന്യൂമറിക്കൽസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തത് ശരിക്കാണോ എന്ന് നോക്കുക. യൂണിറ്റ്സ് എഴുതാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതുക. അതൊക്കെയാണ് ഈ ഒരു 6 minutes ശ്രദ്ധിക്കേണ്ടത്. ഇനി 15 minutes ഫൈനൽ റിവ്യൂ ആണ്. ഫൈനൽ റിവ്യൂ ഓഫ് ഓൾ ആൻസേഴ്സ്. Here you should do small corrections only and do not rewrite the answers. Okay. പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്വാളിറ്റി മാറ്റേഴ്സ് മോർ ദാൻ ക്വാണ്ടിറ്റി.
ഓക്കെ, നിങ്ങൾ എത്രത്തോളം എഴുതി എന്നതിലല്ല, എന്ത് എഴുതി എന്നതിലാണ് കാര്യം. എ വെൽ സ്ട്രക്ചേർഡ് 400 word ആൻസർ സ്കോർസ് മോർ ദാൻ എ റാംബ്ലിംഗ് 800 word ആൻസർ. സോ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കുക. And to get the full worked answers of the practice set A and B, you should unlock Learnwise PYQA booklet. അതായത് നിങ്ങൾ ലേൺവൈസിൽ എൻറോൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു 2 പ്രാക്ടീസ് സെറ്റിന്റെ ഫുൾ ആൻസേഴ്സ് കിട്ടും. അതേപോലെ കംപ്ലീറ്റ് PYQA ബുക്ക്ലെറ്റ് വിത്ത് ഓൾ ആൻസർ ബ്ലൂ പ്രിന്റ്സ് കിട്ടും. കൂടാതെ പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് ഓൺ ആൻസർ പ്രസന്റേഷൻ ആൻഡ് എക്സാം സ്ട്രാറ്റജി ആൻഡ് ആക്സസ് ടു അഡീഷണൽ ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക്സ് നിങ്ങൾക്ക് ലേൺവൈസിൽ കിട്ടും. അപ്പൊ നിങ്ങൾ ഇതുവരെ എൻറോൾ ചെയ്തിട്ടില്ലെങ്കിൽ എൻറോൾ ചെയ്യാൻ വേണ്ടി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 7592939616. വാട്ട് യു അൺലോക്ക് ഇൻസൈഡ് ലേൺവൈസ് ആപ്പ്. അപ്പൊ ലേൺവൈസിൽ നിങ്ങൾക്ക് എന്തൊക്കെ അൺലോക്ക് ചെയ്യാം? യു വിൽ ഗെറ്റ് full worked answers for practice set A and B, complete PYQA booklet with detailed answer blueprints for every question, extra high probability question packs curated from latest sessions, and structured guidance on answer presentation and scoring. You will also get mentor support to clarify doubts before the exam and access to Learnwise advanced learning platform. Okay. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലേൺവൈസിന്റെ ആപ്പിൽ ലഭിക്കുന്നത്. And to join, you should contact this number. The Learnwise team will guide you through enrollment and help you plan your preparation. So all the best for your term and examinations. Keep learning. Thank you. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.